ഞാൻ രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ്. രഞ്ജിത്ത്, ഈ മദ്യ നയ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്ന നാലാമത്തെ പ്രമുഖനാണ് അരവിന്ദ് കെജ്രിവാൾ. അത് മനീഷ് സിസോദിയെ ആദ്യം CBI അറസ്റ്റ് ചെയ്ത് തുടക്കമിട്ടു, പിന്നീട് അത് EDയും അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ. പിന്നാലെ കവിത, സഞ്ജയ് സിംഗ് MP, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ മദ്യനയ അഴിമതി കേസിന്റെ ഒരു നാൾ വഴിയിലൂടെ എന്തായിരുന്നു അഴിമതി കേസ് എന്നുള്ളത് ഒന്ന് പോയി വരാം. തീർച്ചയായും എൽദോ, ഈ മദ്യനയ അഴിമതി കേസ് ഇപ്പോൾ രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായി മാറുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്നുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. തുടർച്ചയായി 9 തവണയാണ് ED അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഈ നോട്ടീസുകളെയൊക്കെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു കെജ്രിവാൾ. ഇതിനിടയിലും ആത്മവിശ്വാസത്തോടുകൂടി വലിയ തോതിൽ മോദിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ അടക്കം നേരത്തെ പറഞ്ഞതുപോലെ മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് അത്താഴം വിളമ്പരുത് എന്ന കെജ്രിവാളിന്റെ പ്രസംഗം വലിയ വൈറലായിരുന്നു. വീട്ടമ്മമാർക്ക് താൻ 1000 രൂപ പേഴ്സിൽ വെച്ച് തരുമെന്ന വാഗ്ദാനം നൽകി ധനസഹായത്തിലൂടെയാണ് സ്ത്രീ ശാക്തീകരണം നടത്തേണ്ടത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമുക്ക് അറിയാം, ഇത് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ 15ഓളം പ്രതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം അറസ്റ്റിലാകുന്നത് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയായിരുന്നു. ഇപ്പോഴും സിസോദിയ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായി എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. എന്താണ് മദ്യനയ കേസ് എന്നുള്ളതായാണ്. അതായത് 2021 നവംബറിലാണ് മദ്യനയ കേസ് നടപ്പിലാക്കുന്നത്. ദില്ലിയെ ഈ മദ്യ വിൽപ്പന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദില്ലിയെ 32 സോണുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ സോണിലും 27 കടകൾ അത് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. 865 ഔട്ട്ലെറ്റുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനെ തുടർന്ന് മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപകമായ പരാതി ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുങ്ങി. ഈ നയം നടപ്പിലാക്കിയതിൽ ഇതിനെ തുടർന്ന് അഴിമതി ഉണ്ട് എന്ന ആരോപണം ഉയരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് BJP തന്നെയാണ്. BJPയുടെ ദില്ലി അധ്യക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചട്ടം ലംഘിച്ചു ഈ ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ചീഫ് സെക്രട്ടറി അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടം ലംഘിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്ന പശ്ചാത്തലം ഒരുങ്ങുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കുരുക്ക് മുറുകുന്നത്. ഈ ലൈസൻസ് ഫീസിൽ ഏതാണ്ട് 144.36 കോടിയുടെ ഇളവ് അനുവദിച്ചു സ്വകാര്യ കമ്പനികൾക്ക്. ഇതിൽ 100ഓളം കോടി രൂപ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പോക്കറ്റിലേക്ക് പോയി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നു. തുടർന്ന് CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ, നമുക്കറിയാം ലഫ്റ്റനന്റ് ഗവർണറും കെജ്രിവാളുമായുള്ള പോരാട്ടം കാര്യമായി നടക്കുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിൽ CBI അന്വേഷണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിടുകയായിരുന്നു. 2022 ജൂലൈ 30 ഇത്തരത്തിൽ വിവാദങ്ങൾ വന്നതിനെ തുടർന്ന് മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. അതായത് പഴയ മദ്യനയം ഓഗസ്റ്റ് മുതൽ നടപ്പിലാക്കാനുള്ള തീരുമാനം കൂടി ഉണ്ടാകുന്നു. 2022 ജൂലൈ 30 ഈ നയത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. തുടർന്ന് പഴയ മദ്യനയം തന്നെ ദില്ലി നടപ്പാക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. തുടർന്ന് മനീഷ് സിസോദിയ അടക്കം 15 പേർ CBI അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 മാർച്ച് 9 സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് ആ തരത്തിൽ ഉണ്ടാകുന്നു. 2023 മാർച്ച് 9 മനീഷ് സിസോദിയെ പോലെയുള്ള പ്രധാനപ്പെട്ട AAP നേതാവ് ഉപമുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത്. തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ ഈ AAPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് രാജ്യത്തുടനീളം, ഡൽഹിയിൽ പ്രത്യേകിച്ചും. അപ്പോൾ അന്ന് മുതൽ തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ് ഏത് സമയം ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ തുടർച്ചയായ സമൻസുകൾ ED ഈ കള്ളപ്പണക്കേസ് അന്വേഷണം ആണ് ED പിന്നീട് ഏറ്റെടുക്കുന്നത്. തുടർച്ചയായ സമൻസുകൾ ED കെജ്രിവാളിന് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 ഒക്ടോബർ 4 നിർണായകമായ മറ്റൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അത് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവും MP-യുമായ സഞ്ജയ് സിംഗ് ആണ്. സഞ്ജയ് സിംഗിനെ ആ തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. 2024 മാർച്ച് 5 അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിത ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകുന്നു. ഈ കവിതയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം പുറത്തു വരുന്നുണ്ട്. തുടർന്നാണ് കെജ്രിവാളാണ് ഇനി അറസ്റ്റിലാകുക എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. തുടർന്ന് കോടതിയെ സമീപിക്കുന്നു കെജ്രിവാൾ അടക്കം. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പരാമർശം കെജ്രിവാളിനെതിരെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഹാജരാകുന്നില്ല, എന്തിനെയാണ് നിങ്ങൾ പേടിക്കുന്നത് എന്ന് കോടതി
കോടതി വളരെ കൃത്യമായി തന്നെ ചോദിക്കുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി 7:05 ED ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ വസതിയിലെത്തുകയും 12ഓളം ഉദ്യോഗസ്ഥർ 2 മണിക്കൂറോളം കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് 9:10 അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. എൽദോ, യെസ്, എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അത് നിർണായകമായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കും ചില രാഷ്ട്രീയ നാടകങ്ങൾക്കും ഒക്കെ വേദിയാകും രാജ്യത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, ഇന്നലത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയില്ലേ? ഇന്നലത്തെ ദിവസം വളരെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ നിന്ന് ഈ വാർത്തകളുടെ പരിശോധനയുടെ കാര്യത്തിലൊക്കെ തിരിച്ചടി നേരിട്ട ഒരു ദിനം കൂടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്. ആ ഒരു ദിനത്തിൽ മാത്രമല്ല, കോൺഗ്രസ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു, ഡെമോക്രസി ഫ്രീസ് ചെയ്തു എന്നുള്ള മട്ടിലൊക്കെ. അപ്പോൾ ആ ഒരു തരത്തിൽ വലിയ വാർത്തകൾ വന്ന ഒരു ദിവസം തന്നെ ആ ഒരു അറസ്റ്റ് വരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെത്. അതും ഇത്തരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ടോ? എൽദോ, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തുടർച്ചയായി ഈ BJP വിരുദ്ധ സർക്കാരുകളെ ആക്രമിക്കുന്നു എന്ന ആക്ഷേപം ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, കെജ്രിവാൾ BJPയുടെ പ്രധാന ടാർഗറ്റാണ്. ഇതിന് മറ്റു കാര്യമൊന്നുമല്ല, ഡൽഹി പോലെ വളരെ പ്രധാനപ്പെട്ട BJP അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനത്ത് BJPയെ തുടർച്ചയായി 2 തവണ പരാജയപ്പെടുത്തി മുഖ്യമന്ത്രിയായ ആളാണ് കെജ്രിവാൾ. കെജ്രിവാൾ തുടർച്ചയായി ഭൂരിപക്ഷം കൂട്ടുന്ന സാഹചര്യമുണ്ട്, സീറ്റെണ്ണം കൂട്ടുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവുകയും ഡൽഹിയിൽ BJP പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും വളരെ സ്മൂത്തായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണയൊക്കെ 7 സീറ്റുകളിലും BJPയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വിജയിച്ചത് എങ്കിൽ കൂടിയും ഇത്തവണ ഈ സഖ്യം BJPക്ക് ഭീഷണിയാകും എന്ന ചില തെരഞ്ഞെടുപ്പ് അനലിസ്റ്റുകൾ വിലയിരുത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് മദ്യനയ കേസ് എന്നൊരു ആയുധം BJPക്ക് വീണ് കിട്ടുകയും അത് കൃത്യമായി തന്നെ പ്രയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. തുടർന്നാണ് തുടർച്ചയായി തന്നെ നേതാക്കളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സിസോദിയും സഞ്ജയ് സിംഗും ഒക്കെ EDയുടെ കസ്റ്റഡിയിലാകുകയും ജയിലിൽ കഴിയേണ്ട പശ്ചാത്തലം ഒരുങ്ങി വരുന്നത്. ഇപ്പോൾ അതിനുശേഷമാണ് കെജ്രിവാളിലേക്ക് പോകുന്നത്. ഇതിനിടയിലാണ് നിർണായക മറ്റൊരു അറസ്റ്റ് ഈ കെ കവിതയുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, BJPയുടെ മുഖ്യ ശത്രുവാണ് കെ കവിത. കെ കവിതയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുന്നത് ഈ മാസം 5-ാം തീയതിയാണ്. അതും വളരെ നിർണായകമായി ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അങ്ങനെ തുടർച്ചയായ അറസ്റ്റുകളിലൂടെ ഈ കെജ്രിവാളിനെ BJP അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിൽ പോലും കെജ്രിവാൾ ഒട്ടും പതറിയില്ല എന്നുള്ളതാണ്. തുടർച്ചയായി മോദിയെ നേരത്തെ പറഞ്ഞ പോലെ ആക്രമിച്ചുകൊണ്ടിരുന്നു. മോദിക്കെതിരെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന ആളായി കെജ്രിവാൾ മാറുന്ന പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മോദിയെ വിമർശിക്കുന്ന നേതാവ് എന്ന തരത്തിലുള്ള വിശേഷണം പോലും കെജ്രിവാൾ ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് കെജ്രിവാൾ പല അവസരങ്ങളിലും മോദിയെ നേരിട്ടിരുന്നത്. അപ്പോൾ തന്നെ BJPയുടെ നോട്ടപ്പുള്ളിയായി കെജ്രിവാൾ മാറിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ ഈ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതി പോലും കൈവിട്ട സാഹചര്യം. കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ EDക്കാവില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് കെജ്രിവാൾ തുടർച്ചയായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. EDയുടെ അറസ്റ്റിൽ AAP തളരില്ല, തുടർച്ചയായ അറസ്റ്റുകൾ തളരില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കെജ്രിവാളിലേക്ക് അറസ്റ്റ് എത്തും എന്ന് ഇത്ര വേഗം എന്ന് അവർ ഒരു കാലത്തും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതിനെ തടയാനുള്ള നീക്കങ്ങൾ പലതവണ കോടതിയുമായി ബന്ധപ്പെട്ട് നിയമപരമായി നടത്തിയെങ്കിൽ പോലും അതൊന്നും വിജയം കണ്ടില്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏറ്റവും ഒടുവിൽ കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ, അതും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇന്ത്യ സഖ്യത്തിൽ ആദ്യമായി അറസ്റ്റിലാകുന്ന ആളായി കെജ്രിവാൾ മാറുകയാണ്. നമുക്ക് നേരത്തെ അറിയാം, ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു അറസ്റ്റിന് മുൻപ് തന്നെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരായിരുന്ന 2 പേർ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഏതായാലും ഇന്നലെ വലിയ സന്നാഹങ്ങൾ ഒരുക്കിയാണ് ED ഈ കാര്യങ്ങൾ നടത്തിയത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കെജ്രിവാളിന്റെ വീടിന് ചുറ്റും വലിയ സന്നാഹങ്ങൾ വിന്യസിച്ചു. തുടർന്ന് ഈ ഉദ്യോഗസ്ഥർ അതിനുശേഷം കെജ്രിവാളിന്റെ മുറിയിലെത്തുന്നു. 12ഓളം ഉദ്യോഗസ്ഥർ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. കുടുംബാംഗങ്ങളുടെ ഫോണുകളടക്കം പിടിച്ചെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. തുടർന്ന് 9:05 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഈ ED ഉദ്യോഗസ്ഥർ അവിടെ വസതിയിൽ എത്തിയപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അറസ്റ്റിലേക്ക് എന്ന്. അങ്ങനെ അറസ്റ്റ് സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിൽ EDയുടെ കേന്ദ്ര ഓഫീസിലേക്ക് ഈ കെജ്രിവാളിനെ എത്തിക്കുന്നു. ഇന്ന് അല്പസമയത്തിനകം തന്നെ, ഒരുപക്ഷെ രാവിലെ തന്നെ കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കെജ്രിവാൾ ജയിലിലിരുന്ന് മുഖ്യമന്ത്രിയായി ഭരിക്കും എന്ന് AAP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കെജ്രിവാൾ തന്നെ ആയിരിക്കും തന്റെ കേസ് വാദിക്കുക എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം എന്നതും നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെ ED എല്ലാ സന്നാഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി കോടതിയിലേക്കാണ് AAPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കണ്ണ്. എൽദോ, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്ക്.